ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നസ്ലിൻ നായകനെ അഭിനവ് സുന്ദർ നായക സംവിധാനം ചെയ്ത് ഇന്ന് ജൂൺ 5 വെള്ളിയാഴ്ച തീരടത്തി എബോ ആവറേജ് ഡീസൻറ്റ് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് മോളിവുഡ് ടൈംസ്. ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ് എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമ കേരളത്തിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ 70 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ പ്രീസെയിലായി 1,12 ലക്ഷം രൂപയും കളക്ട് ചെയ്തിരുന്നു. ഇനി സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ ഇന്ന് 1,80 ലക്ഷം 2 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കുന്നത് 3-3.5 കോടി റേഞ്ചിലുമാണ്. ഇന്ന് ജൂൺ 5 വെള്ളിയാഴ്ച തീരടത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് പരിമള ആൻഡ് കോ. പാണ്ഡിരാജ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ജയറാം, ഉർവശി, മിസ്കിൻ, യോഗി ബാബു, സാൻഡി മാസ്റ്റർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 18 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട് ഓപ്പണിംഗ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,50 ലക്ഷം റേഞ്ചിലാണ്. സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് 2,20 ലക്ഷം റേഞ്ചിലും വേൾഡ് വൈഡ് ഗ്രോസ് 2,50 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ ജൂൺ 4 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് പെദ്ദി. ബുജി ബാബു സന സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രാംചരൺ, ശിവരാജ് കുമാർ, ജാൻവി കപൂർ, ജഗപതി ബാബു, ദിവ്യന്തു എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസം കേരള കളക്ഷനായി നേടിയെടുത്തത് 22,50,000 രൂപയായിരുന്നു. പ്രീമിയർ ഷോ ഉൾപ്പെടെ തെലുങ്കിൽ നിന്ന് ആദ്യ ദിവസം സിനിമ സ്വന്തമാക്കിയത് 70,40 ലക്ഷം രൂപയായിരുന്നു. ഇന്ത്യൻ ഗ്രോസായി ആദ്യ ദിവസം 86,35 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയ്ക്ക് തെലുങ്ക് പതിപ്പിൽ നിന്ന് മാത്രം കിട്ടിയത് 81,53 ലക്ഷം രൂപയാണ്. ഹിന്ദി പതിപ്പിൽ നിന്ന് 3,78, തമിഴിൽ നിന്ന് 58 ലക്ഷം, കന്നഡയിൽ നിന്ന് 35 ലക്ഷം, മലയാളത്തിൽ നിന്ന് 11 ലക്ഷം എന്നിങ്ങനെയാണ് ആദ്യ ദിവസം ലാംഗ്വേജ് ബേസ്ഡ് ഡൊമസ്റ്റിക് കളക്ഷൻ കിട്ടിയിട്ടുള്ളത്. വിദേശത്ത് നിന്ന് ആദ്യ ദിവസം കിട്ടിയിരിക്കുന്നത് $2.91 മില്യൺ, അതായത് 27,89 ലക്ഷം രൂപ. അങ്ങനെ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം വേൾഡ് വൈഡ് ഓപ്പണിംഗായി സിനിമ നേടിയെടുത്തത് 114,24 ലക്ഷം രൂപയാണ്. എന്നാൽ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഒഫീഷ്യൽ വേൾഡ് വൈഡ് പോസ്റ്റർ മൈത്രി മൂവി മേക്കേഴ്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപ്രകാരം ലോകമെമ്പാടുമായി 135,34 ലക്ഷം രൂപയാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം രണ്ടാം ദിവസം ഇന്ന് വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് നല്ല ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് ഏകദേശം 7 ലക്ഷം റേഞ്ചിലാണ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത് 29-30 ലക്ഷം റേഞ്ചിലാണ്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 50 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ ട്രാക്കേഴ്സ് കണക്കനുസരിച്ച് ഈ സിനിമ 2 ദിവസം കൊണ്ട് 165 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് ഇപ്പോഴും മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. ചിത്രം 15-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 92 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 15 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 81,97 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. 16-ാം ദിവസം ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 75-80 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 82,70 ലക്ഷം റേഞ്ചിലാണ് 16 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 228 കോടി റേഞ്ചിലുമാണ്. ആന്റണി വർഗീസ് പെപ്പെ നായകനായി പോൾ ജോർജ് സംവിധാനം ചെയ്ത് മെയ് 22 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കാട്ടാളൻ. ചിത്രം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 4,15,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 5,73 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 15 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. നവാഗതനായ സുഭാഷ് കെ രാജ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 22 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ തമിഴ്നാടിനെ അപേക്ഷിച്ച് കേരളത്തിൽ മികച്ച ട്രെൻഡിങ്ങാണ് നേടിയെടുത്തിട്ടുള്ളത്. 8-ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,05 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 8 ദിവസം കൊണ്ട് 7,80 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 8 ദിവസം കൊണ്ട് 15,79 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 5,09, കർണാടകയിൽ 2,93, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 15 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 31,74 ലക്ഷം രൂപയാണ്. വിദേശത്ത് $8,40,000, അതായത് 8,05 ലക്ഷം രൂപയാണ് ഇന്നലെ വരെ സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ലോകമെമ്പാടുമായി 39,81 ലക്ഷം രൂപയാണ് ആദ്യ 8 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി 9-ാം ദിവസമായ വെള്ളിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 80 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 8,60 ലക്ഷം റേഞ്ചിലാണ് ആദ്യ 9 ദിവസം കൊണ്ട് കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് തമിഴ്നാട് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 1,20 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 9 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 17 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 43 കോടി റേഞ്ചിലാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.